പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയിൽ സ്നേഹമുള്ളവരെ, ലോകം മുഴുവനും ക്രിസ്മസിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ നോമ്പാചരിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖമാർ നൽകുന്ന മനോഹരമായൊരു സന്ദേശമാണ് ദൈവകൃപയുള്ളവർക്ക് സമാധാനം. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഉണ്ടായി കാണുവാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് സമാധാനം. മറ്റെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും സമാധാനമില്ലെങ്കിൽ നമുക്കതിലൊന്നും സന്തോഷിക്കുവാൻ സാധിക്കുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ സമാധാനം. അപ്പോൾ ഈ സമാധാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ പലരോട് സംസാരിക്കുമ്പോഴും പലർക്കും സമാധാനമില്ല. അപ്പോൾ സംസാരിക്കുമ്പോൾ ചിലർ പറയും, കടബാധ്യതകളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനവുമില്ല. ചിലരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, മക്കളെക്കുറിച്ചും അവരുടെ ജീവിത ശൈലിയെക്കുറിച്ചും അവർ പഠിക്കാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. ചിലരോട് സംസാരിക്കുമ്പോൾ അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ഒരു സമാധാനവുമില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കഴിയുന്ന നാളുകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ദുശീലങ്ങളും തഴക്കദോഷങ്ങളും വിട്ടുപോകാത്തതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സമാധാനമില്ല. സമാധാനമില്ലാത്തത് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അതേസമയം എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഈശോ, മനുഷ്യനായി അവതരിച്ച ഈശോ നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ദൈവകൃപയുള്ളവർക്കുള്ള സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ ഈശോയുടെ വരവിനെക്കുറിച്ച് പറയുമ്പോൾ ഈശോയെക്കുറിച്ച് പറയുന്ന പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നാണ്. അതെ, ദൈവികമായ എല്ലാ സമാധാനവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് യേശുക്രിസ്തുവിലൂടെയാണ്, ദൈവത്തിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എടുത്തു പറയുന്ന ഒരു കാര്യം ഇതാണ്: ദൈവകൃപയുള്ളവർക്കാണ് സമാധാനമുള്ളത്, ദൈവികമായ സമാധാനമുള്ളത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവകൃപ ചോർന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സമാധാനവും നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് വലിയ സത്യം. കൃപ കൊണ്ട് നിറയുക, ദൈവം ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം നയിക്കുക, അതിന് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ നോമ്പ് കാലത്തെ ദിവസങ്ങൾ. പരിശുദ്ധ അമ്മയെ ദൈവദൂതൻ, ദൈവത്തിൻ്റെ മാലാഖ വിളിച്ചത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്, ഫുൾ ഓഫ് ഗ്രേസ്. പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്നത് ഫുൾ ഓഫ് ഗ്രേസ്, അതായത് കൃപയുടെ നിറവാണ്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മയ്ക്ക് കൃപയുടെ നിറവ് കിട്ടിയത്? കഴിഞ്ഞ ദിവസം ഡിസംബർ 8-ാം തീയതി, 2 ദിവസം മുമ്പ്, പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിച്ചു. അപ്പോൾ പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായി ദൈവം എന്തുകൊണ്ടാണ് കാത്തു സൂക്ഷിച്ചത്? നമുക്കറിയാം, വിശ്വാസ സത്യത്തിൽ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന ഇതാണ്: ദൈവപുത്രന് ജന്മം നൽകാനുള്ള സ്ത്രീ എന്ന നിലയിൽ ദൈവം മറിയത്തെ പാപത്തിൻ്റെ അംശം കൂടാതെ സംരക്ഷിച്ചു. അതാണ് അമലോത്ഭവം എന്ന അമലോത്ഭവ തിരുനാളിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ദൈവം എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ അമലോത്ഭവയാക്കി മാറ്റിയെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ ഒരു ആഗ്രഹവും സ്വഭാവവുമാണ് പാപത്തിൻ്റെ അംശമുള്ളിടത്ത് ദൈവത്തിനോ ദൈവത്തിൻ്റെ പുത്രനോ കടന്നു വരാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ പാപത്തിൻ്റെ അംശമുള്ളിടത്ത് ദൈവത്തിനോ ദൈവത്തിൻ്റെ പുത്രനോ കടന്നു വരാൻ സാധിക്കാത്തത് കൊണ്ട്
പരിശുദ്ധ അമ്മയിലൂടെ ദൈവപുത്രൻ ജനിക്കുമ്പോൾ അവിടെ ജന്മപാപത്തിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ ആ അപൂർണതയിൽ അല്ലെങ്കിൽ ആ കുറവിൽ ദൈവപുത്രന് കടന്നു വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് മനുഷ്യനായി ജനിച്ച പരിശുദ്ധ അമ്മയെ ഉത്ഭവഭാവത്തിൽ നിന്ന് സംരക്ഷിച്ച് ദൈവം യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ അമലോത്ഭവയാക്കി മാറ്റിയതെന്ന് തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോൾ ഈ അമലോത്ഭവ തിരുനാളും ഈ ക്രിസ്മസും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായിട്ട് ദൈവം സംരക്ഷിച്ചതിൻ്റെ കാരണം പാപത്തിൻ്റെ അംശമുള്ളിടത്ത് ഉണ്ണി യേശു പറക്കാൻ പാടില്ല. അപ്പോൾ ക്രിസ്മസിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? നമ്മുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിനെ, ഉണ്ണി യേശുവിനെ സ്വീകരിക്കാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. അപ്പോൾ ദൈവം നമ്മോട് ഒരുങ്ങാൻ പറയുകയാണ്. ക്രിസ്മസിനായിട്ട് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ, വിശുദ്ധീകരിക്കുവാനും ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പോൾ ഉണ്ണിയേശു നമ്മുടെ കുടുംബങ്ങളിലും ജീവിതത്തിലേക്കും കടന്നു വരുന്നത് നോമ്പാചരിച്ചതുകൊണ്ട് മാത്രം വരികയില്ല, നക്ഷത്രങ്ങൾ തൂക്കിയിട്ടതുകൊണ്ട് മാത്രം വരികയില്ല, വലിയ പുൽക്കൂട് കെട്ടിയതുകൊണ്ടും വരികയില്ല. നമ്മുടെ ഹൃദയം എന്തുമാത്രം പരിശുദ്ധമാക്കുന്നുവോ അതനുസരിച്ചാണ് ഉണ്ണിയേശു നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ പരിശുദ്ധ അമ്മയെ പോലും ദൈവം അതുപോലെ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിച്ച് തൻ്റെ മകൻ ജനിക്കുന്നിടം പരിശുദ്ധമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയാൽ ഉത്ഭവഭാവത്തിൽ നിന്ന് സംരക്ഷിച്ച് കൃപ നൽകി, കൃപ നിറച്ച് അനുഗ്രഹിച്ചത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ചരിത്രത്തിൽ നടന്ന സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. ആ യേശുക്രിസ്തുവിൻ്റെ ആ ജനനത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ക്രിസ്മസിൽ ആഘോഷിക്കുന്നത്. നമ്മൾ ആ ഉണ്ണി യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തെ ഒരു വിശുദ്ധമായ ഒരു പുൽക്കൂടാക്കി നമ്മൾ മാറ്റുകയാണ് ഈ ദിവസങ്ങളിൽ. നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മുടെ ഹൃദയം വളരെയധികം ദൈവാനുഗ്രഹം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 23-ാം തിരുവചനത്തില് വചനം എങ്ങനെ പഠിപ്പിക്കും? നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത്, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പം നമ്മൾ ഹൃദയം വിശുദ്ധമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ഹൃദയം വിശുദ്ധമാകുമോ? അപ്പോൾ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ഹൃദയത്തിലേക്കുള്ള കാര്യങ്ങൾ, ഹൃദയത്തിൻ്റെക്കുള്ള വാതിലുകൾ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. നമ്മുടെ കണ്ണുകളും കാതുകളും നമ്മുടെ അധരങ്ങളും നമ്മുടെ സ്പർശന ശേഷിയും അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളാണ് ഹൃദയത്തിലേക്കുള്ള വാതിലുകൾ. അപ്പോൾ ഈ വാതിലുകൾ നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമ്മുടെ ഹൃദയം വിശുദ്ധമാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളാകുന്ന വാതിലുകളിലൂടെ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നതാണ് എൻ്റെ ഹൃദയത്തെ പരിശുദ്ധമായി സൂക്ഷിക്കുന്നതും ഹൃദയത്തെ അശുദ്ധമാക്കുന്നതും. അപ്പോൾ അതിൽ കണ്ണുകൾക്ക് സ്വാധീനമുണ്ട്, കാതുകൾക്ക് സ്വാധീനമുണ്ട്, നമ്മുടെ അധരത്തിന് സ്വാധീനമുണ്ട്, നമ്മുടെ ശരീരത്തിന് സ്വാധീനമുണ്ട്. അപ്പോൾ നമ്മൾ ഹൃദയത്തെ വിശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് മുമ്പ് കാലത്ത് നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അടുത്ത ദിവസങ്ങളിൽ ഡിസംബർ 1-ാം തീയതി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ വർഷത്തെ വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തൊരു വേർഡ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നൊരു വേർഡാണ്. അപ്പോൾ BBC ന്യൂസിൽ ഡിസംബർ 1-ാം തീയതി വന്നൊരു വാർത്തയാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറ്, ROT, റോട്ട്. അപ്പോൾ ഈ റോട്ട് എന്ന് പറയുന്നത് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അങ്ങനത്തെ ഒരർത്ഥമാണ്. അപ്പോൾ ഈ വർഷം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് ഈ വർഷത്തെ വേർഡായിട്ട് തിരഞ്ഞെടുത്ത് ബ്രെയിൻ റോട്ട് എന്ന ഈ വേർഡാണ്. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെന്ന്
അതേക്കുറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ഈ ലോകം മുഴുവനും സ്വാധീനിക്കപ്പെടുന്ന ചില മേഖലകളെക്കുറിച്ച് അവർ അതിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അതിൻ്റെ കഴിവിൽ നന്മയിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ, ബ്രെയിൻ നശിച്ചു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്ന ഡിറ്റീരിയോറേഷൻ ഓഫ് മെൻ്റൽ കപ്പാസിറ്റി, അതായത് നമ്മുടെ മനസ്സിൻ്റെ കഴിവ് അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വാക്ക് ഈ വർഷം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അവർ പറയുന്നത്, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ മനുഷ്യരുടെ ഈ തലച്ചോറിൽ മനസ്സിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഈ സോഷ്യൽ മീഡിയ, ഓൺലൈനിലൊക്കെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒരു ഗുണമേന്മയില്ലാത്ത കണ്ടന്റ്, ഉള്ളടക്കം പലവട്ടം കണ്ട് മനുഷ്യരുടെ തലച്ചോറിൽ അതിൻ്റെ ഗുണമേന്മ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഡിറ്റീരിയറേഷൻ ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ചില രോഗങ്ങൾ, പ്രായമായവർക്ക് വരുന്ന രോഗമാണ് ഈ തലച്ചോറ്. അതിലെ തലച്ചോറിലെ അതിൻ്റെ തലച്ചോറിലുള്ള വെയിൻസൊക്കെ അല്ലെങ്കിൽ തലച്ചോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കും പതുക്കെ. അപ്പോൾ എന്തുണ്ടാകും? ചിലർക്ക് ഓർമ്മ കുറയും. ചില മുതിർന്നവരാണെങ്കിലും അവരുടെ സ്വഭാവം എന്തുണ്ടാകും? കുട്ടികളെ പോലെ അവർ പെരുമാറും. ചിലപ്പോൾ വലിയ വാശിയുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ തലച്ചോറ് ചുരുങ്ങുന്ന അസുഖമുണ്ട്, അതോടൊപ്പം തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോകുന്ന അസുഖമുണ്ട്. ഡിറ്റീരിയറേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അവരുടെ സ്വഭാവം മാറും. അവർക്ക് ചിലപ്പോൾ മുതിർന്നവരാണെങ്കിലും അവർ കുട്ടികളെ പോലെ പെരുമാറും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കളുള്ള ഭവനങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർ ശുശ്രൂഷിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ സ്വഭാവം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല. അവർ ചിലപ്പോൾ പെട്ടെന്ന് ചൂടാവും, കുറേ വാശി പിടിക്കും, കുറേ ബഹളം വയ്ക്കും. അങ്ങനെ അതാണ് ഈ ബ്രെയിൻ സെൽസിന് ഇപ്രകാരം സംഭവിച്ചാലുണ്ടാകുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറയുന്നത്. കാരണം നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും നല്ല വെള്ളം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നമുക്ക് ആരോഗ്യമുണ്ടാകും. നല്ല വെള്ളം കുടിക്കുമ്പോഴും നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും നമുക്ക് ആരോഗ്യമുണ്ടാകും. മോശമായ വെള്ളം കുടിക്കുമ്പോഴും മോശമായ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മുടെ ആരോഗ്യം നശിച്ചു പോകുന്നു, ശരീരം നശിച്ചു പോകും. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഈ കോഴിക്കോട് മേഖലയിൽ കുറേ ആളുകൾക്ക് മഞ്ഞപ്പിത്തം വന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രത്യേക അറിയിപ്പ് വന്നു, വെള്ളം കുടിക്കുന്നത് സൂക്ഷിക്കണം. മോശമായ വെള്ളം കുടിക്കുന്നതനുസരിച്ച് നമ്മുടെ ആരോഗ്യം മോശമായി. അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ വർഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും കാഴ്ചകളും. നല്ല കാഴ്ചകളും നല്ല ചിന്തകളും അല്ല എങ്കിൽ അത് നമ്മുടെ മനസ്സിനെയും രോഗമുള്ളതാക്കി മാറ്റും. നല്ല ചിന്തകളും നല്ല കാഴ്ചകളും അല്ല എങ്കിൽ നമ്മുടെ മനസ്സ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ വാക്കുകളും, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമായാലും കുട്ടികളെ പോലെ പെരുമാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ കടന്നു വരും. അതുകൊണ്ടാണ് അവർ ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഈ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ അതിന് അവർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണ്? അതിപ്പോൾ നമ്മൾ കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ പ്രശ്നമല്ല, ലോകം മുഴുവനും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്. നമ്മളിങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ മൊബൈൽ ഫോണൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണാണ്. ഞാനടക്കം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം എടുക്കുന്നത് കുരിശോ കൊന്തയല്ല, മൊബൈൽ ഫോണാണ്. നമ്മൾ അതിനുശേഷം പലരും ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും മൊബൈൽ ഫോണും കൊണ്ടാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ഫ്രീ ടൈം കിട്ടിയാൽ നമ്മൾ ഉടനെ തന്നെ അതിൽ സ്ക്രോൾ ചെയ്ത് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കും. ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. ഇതൊന്നും മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ക്വാളിറ്റി ഇല്ലാത്ത, ഗുണമേന്മയില്ലാത്ത കുറേ വളിപ്പ് തമാശകളും കുറേ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ കുറേ സമയം ചെലവഴിച്ച് നമ്മുടെ മനസ്സിൻ്റെ ക്വാളിറ്റിയും താഴേക്ക് പോകുന്നു. അതുകൊണ്ടാണ് അവർ ബ്രെയിൻ റോട്ടിനെ ഈ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ചിന്തിക്കുമ്പോൾ സത്യമല്ലേ? നമ്മൾ ഈ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കാണുന്ന കാഴ്ചകളെല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തുമാത്രം സമയമാണ് നമ്മളിങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് എല്ലാവരുടെ വീട്ടിൽ നടക്കുന്ന അടുക്കള കാര്യങ്ങൾ, ചില ദമ്പതികളുടെ ജീവിതത്തിൽ അവരുടെ കിടപ്പറ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പോയ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് കണ്ട് എന്തുമാത്രം സമയമാണ് നമ്മുടെ പോകുന്നത്. അതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ വർഷം നമുക്കൊരു മുന്നറിയിപ്പായിട്ട് തരുന്നത്.
നമ്മുടെ ക്വാളിറ്റി ഓരോ വർഷം കഴിയും തോറും മനസ്സിൻ്റെ ക്വാളിറ്റി താഴേക്ക് പോവുകയാണ്, ഗുണമേന്മ താഴേക്ക് പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ നമ്മൾ ചിന്തിച്ച സത്യമാണ്. നമ്മൾ ഈ പത്രങ്ങളിൽ വായിക്കുമ്പോൾ, പത്രങ്ങളിൽ കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ ഉടനെ തന്നെ അതിന് പറയാം അത് ഇന്ന മോഡൽ സിനിമയാണ്, ആ സിനിമയിൽ കണ്ട പോലെയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു കോളേജിലെ വഴക്ക്, കുട്ടികൾ തമ്മിലുള്ള വഴക്കും ഇടിയും ഒക്കെ നമ്മൾ വലിയ ലഹളകൾ വായിക്കുമ്പോൾ അത് പറയും ഇന്ന സിനിമയിലെ ചില രംഗങ്ങൾ പോലെയാണ് അവർ അഭിനയിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്തുമാത്രം നമ്മളെയും നമ്മുടെ മക്കളെയും സ്വാധീനിക്കുന്നു. അത് ലഹളയുടെയും ബഹളത്തിൻ്റെയും കാര്യത്തിൽ മാത്രമല്ല, ലഹരി വസ്തുക്കളുടെ കാര്യത്തിലുണ്ട്, ജഡിക പാപങ്ങളുടെ കാര്യത്തിലുണ്ട്, അതോടൊപ്പം ബന്ധങ്ങളുടെയും സൗഹൃദങ്ങളുടെയും കാര്യത്തിലുണ്ട്. അവിടെയൊക്കെ നമ്മുടെ കാഴ്ചകൾ നമ്മൾ വളരെയധികം സ്വാധീനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വർഷത്തെ വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ബ്രെയിൻ റോട്ട് എന്ന ഈ വേർഡിനെ തിരഞ്ഞെടുത്ത്. കാരണം ഇത് നമ്മുടെ കൊച്ചു കേരളത്തെയോ ഭാരതത്തെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നം, ലോകം മുഴുവനും ബാധിക്കുന്ന പ്രശ്നം. ഇത് യുവതി യുവാക്കളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, കുട്ടികളെ മാത്രം ബാധിക്കുന്ന പ്രശ്നം, അച്ഛന്മാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, സിസ്റ്റേഴ്സിനെയും ബാധിക്കുന്ന പ്രശ്നമാണ്, ബിഷപ്പുമാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മൾ അറിയാതെ ഇന്ന് കൂടുതൽ സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? അതാണ് നമ്മളോട് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ചിന്തിക്കാൻ പറയുന്നത്. ഇത്രയൊക്കെ കണ്ടിട്ട് നമുക്ക് എന്താ കിട്ടിയത് അതിൽ നിന്ന്? പലപ്പോഴും നമ്മുടെ ഹൃദയം അതിൻ്റെ ക്വാളിറ്റിയിൽ താഴേക്ക് പോവുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചതും ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. എന്തായിരുന്നു? മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചതും ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നതും മാലാഖമാർ ജനിക്കാൻ പോകുന്ന ശിശുവിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. അതാണ്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി സകല ജനതകൾക്കും വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണ്ണിയേശുവിനെ കുറിച്ച് ദൈവത്തിൽ നിന്ന് കിട്ടിയ വെളിപ്പെടുത്തലുകള്, ദൈവികമായ രഹസ്യങ്ങള്, അതാണ് മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. മറിയം അതിനെക്കുറിച്ചാണ് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ നമ്മളിൽ പലർക്കും മറിയത്തെ പോലെ സാധിക്കാതെ പോകുന്ന കാര്യം എന്താണ്? നമ്മളെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ തൊട്ടുമുമ്പ് കണ്ട കാര്യങ്ങൾ, തൊട്ടുമുമ്പ് കേട്ട കാര്യങ്ങൾ, തൊട്ടുമുമ്പ് നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, അതാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നമ്മുടെ മനസ്സ് വളരും, ജീവിതം വളരും. അതൊരു ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ, ഒരു ഗുണമേന്മ ഇല്ലാത്തതാണെങ്കിൽ ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരരെ, സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ ശരിയാകാതെ ഒരിക്കലും ഹൃദയം ശരിയാവുകയില്ല. നമ്മൾ എല്ലാ ദിവസവും ഈശോയോട് പ്രാർത്ഥിക്കും, ഈശോയെ എൻ്റെ ഹൃദയം ശരിയാക്കണേ, എൻ്റെ ഹൃദയം പരിശുദ്ധമാക്കണമേ, എൻ്റെ ഹൃദയം വിശുദ്ധമാക്കണമേ, ദൈവത്തെ കാണുവാൻ തക്ക ഹൃദയവിശുദ്ധി എനിക്ക് തരട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിൻ്റെ വാതിലുകൾ, ആ വാതിലുകളിലൂടെ ഹൃദയത്തിലേക്ക് വരുന്നത്, അത് നമ്മൾ സൂക്ഷിക്കണമെന്ന് തിരുസഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ നോമ്പ് കാലത്ത് പ്രത്യേകിച്ച് ലോകത്തിൽ ഈ ഒരു കാര്യം നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കയറുന്നു, യൂട്യൂബിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറുന്നു, ഫേസ്ബുക്കിലേക്ക് കയറുന്നു. ദമ്പതികൾ കാണേണ്ട വീഡിയോകളും കാര്യങ്ങളും 5ഉം 10ഉം വയസ്സായ കുട്ടികളും ഇരുന്ന് കാണുന്നു. 60ഉം 70ഉം വയസ്സായ അപ്പാപ്പന്മാരും അമ്മാമ്മമാരും കാണുന്ന കാര്യങ്ങളും
ചെറിയ കുട്ടികൾ കാണും. ഇനി ചെറിയ കുട്ടികൾ കാണുന്ന കാര്യങ്ങളോ മുതിർന്നവരും പ്രായമായവർ കാണുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇതിനൊരു നിയന്ത്രണമില്ലാത്തത് കൊണ്ട് ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ്, ഉള്ളടക്കം കണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം മോശമായ ഭക്ഷണം കഴിച്ചാൽ നഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും ചിന്തകളുടെ ആരോഗ്യവും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഇതൊന്നും കാണണ്ട എന്നല്ല, പക്ഷെ നമ്മൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയവും അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മയെ പോലെ എപ്പോഴും നല്ല കാര്യങ്ങൾ സംഗ്രഹിച്ച് അതേക്കുറിച്ച് എപ്പോഴും ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുവാൻ ഈ നോമ്പുകാലത്ത് നമുക്ക് ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിന്റെ നിക്ഷേപം. നിന്റെ നിക്ഷേപം എവിടെയാണോ നിന്റെ ഹൃദയവും അവിടെ തന്നെ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഹൃദയം പരിശുദ്ധമാക്കിയാലേ നമ്മുടെ ആത്മീയ ജീവിതത്തിലുള്ള വളർച്ചയും ഉയർച്ചയും നമുക്ക് നിത്യജീവനും സ്വർഗവും ലഭിക്കുകയുള്ളൂ. അതാണ് ഈശോ ഈ നോമ്പ് കാലത്ത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പരിശുദ്ധ കന്യക, ആ പരിശുദ്ധ കന്യകയുടെ ജീവിതത്തിൽ ദൈവം ഉണ്ണിയേശുവിനെ പിറക്കാനുള്ള പെൺകുട്ടിയായി മറിയത്തെ തെരഞ്ഞെടുത്തപ്പോൾ അവളിൽ പാപത്തിൻ്റെ അംശം പോലും ഉണ്ടാകരുതെന്ന് ദൈവം ആഗ്രഹിച്ച് അമലോത്ഭവയായി അവളെ സംരക്ഷിച്ചെങ്കിൽ ആ ദൈവം, ഈ ദൈവത്തിൻ്റെ പുത്രൻ പിറക്കുവാൻ നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ പിറക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതേ പരിശുദ്ധിയും അതേപോലെയുള്ള നല്ല ചിന്തകളുമാണ് ദൈവം ആഗ്രഹിക്കുന്നതാണ് എന്നുള്ളതാണ് വലിയ സത്യം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അച്ഛനിത് പറയുന്നത് ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല. ഈ പറയുന്ന ഞാനും ഇങ്ങനെയുള്ള സ്വാധീനങ്ങളിൽ പെട്ടുപോകുന്ന ആളാണ്. നമ്മളെല്ലാവരും, അച്ഛന്മാരാകട്ടെ സിസ്റ്റേഴ്സ് ആകട്ടെ, ഈ ലോകം അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയാതെ നമ്മൾ പലതിനും വേണ്ടി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം കുറേ ചെലവിടുന്നു. എന്നിട്ട് നമ്മൾ എന്ത് നേടി? ഒരു ഗുണമേന്മയില്ലാത്ത കുറേ കാര്യങ്ങൾ കണ്ടും ഗുണമേന്മയില്ലാത്ത കുറേ കാര്യങ്ങൾ കേട്ടും ക്വാളിറ്റി ഇല്ലാത്ത കണ്ടന്റ് കുറേ കണ്ടും നമ്മുടെ മനസ്സ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഈ വർഷം ബ്രെയിൻ റോട്ട് എന്ന വേർഡ്, അത് വേർഡ് ഓഫ് ദി ഇയറായി 2024 തിരഞ്ഞെടുത്ത് ഡിസംബർ 1 അതേക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത്. ലോകം മുഴുവനും സംഭവിക്കുന്ന ഒരു വലിയ അപകടമാണ്. മോശമായ ഭക്ഷണം കഴിക്കുമ്പോൾ, മോശമായ വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യം തകരുന്നത് പോലെ മോശമായത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു ഗുണമേന്മയില്ലാത്ത തമാശകളും ഒരു ഗുണമേന്മയില്ലാത്ത കാര്യങ്ങളും വല്ലവൻ്റെ കുടുംബത്തിലും അടുക്കളയിൽ നടന്ന കാര്യങ്ങളും ജിജ്ഞാസയോടെ നമ്മൾ കാണുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നു. നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റി, ഗുണമേന്മ കുറഞ്ഞു വരുന്നു. ഇവിടെ മറിയത്തിൽ നിന്ന് പഠിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. മറിയം ആ കേട്ട കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. മറിയം ചിന്തിച്ചതും നമ്മൾ ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണത്. മറിയം ചിന്തിച്ചത് ദൈവപുത്രനെ കുറിച്ചാണ്. മറിയം ചിന്തിച്ചത് ദൈവപുത്രനിലൂടെ ദൈവം രക്ഷിക്കുന്നതിനെ കുറിച്ചാണ്. മറിയം ചിന്തിച്ചത് ദൈവപുത്രൻ്റെ വരവോടെ ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. മറിയം ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നത് പോലെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കാൻ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം. നല്ല കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം. നല്ല പുസ്തകങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം. വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ അത് നമ്മൾ സൂക്ഷിച്ചാലേ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകൂ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിന്റെ ഹൃദയവും. കർത്താവെ, ഉണ്ണിയേശുവിനെ സ്വീകരിക്കുവാനായി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകം മുഴുവനും ആവശ്യമില്ലാത്ത പല കാഴ്ചകളുടെയും ആവശ്യമില്ലാത്ത കുറെ തരംതാണ തമാശകളുടെയും ഒക്കെ പുറകെ പോയി സമയം കളയുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ വിലയുള്ള കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ച് ഗാനം പാടാൻ ഒരുങ്ങാം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ,
വചനത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ശക്തിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 23-ാം വചനം. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധമ്മേ മാതാവേ, അമ്മയുടെ ഹൃദയം വിമല ഹൃദയമാണല്ലോ. പരിശുദ്ധമ്മേ മാതാവേ, അമ്മയെ പോലെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുവാൻ, ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരിക്കുവാൻ, ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, വിമല ഹൃദയമുള്ളവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, ദൈവപുത്രനെ കാണുവാൻ തക്കവിധം ഹൃദയ വിശുദ്ധിയുള്ളവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളായ പഞ്ചേന്ദ്രിയങ്ങളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുവാൻ ജ്ഞാനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ അനുഗ്രഹിക്കണം, യേശുവേ അനുഗ്രഹിക്കണം, യേശുവേ അനുഗ്രഹിക്കണം. കരങ്ങൾ അടിച്ച് പാടി പ്രാർത്ഥിക്കും. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോരാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. ഒരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കത് മതിയേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ
പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. എൻ്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ, എൻ്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എൻ്റെ പുരയ്ക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ, എൻ്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, 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 എനിക്ക് വാക്കുമതി എനിക്കത് മതിയേ, ഒരു 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 വാക്കുമതി എനിക്കത് മതിയേ, എനിക്കത് മതിയേ, എനിക്കത് മതിയേ, എനിക്കത് മതിയേ, ഒരു വാക്കുമതി ഈശോ അത് മതിയേ, ഈശോ അത് മതിയേ, എനിക്കത് മതിയേ, ഒരു വാക്കുമതി ഞാൻ സുഖപ്പെടുവാൻ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, എനിക്കത് മതിയേ, ഈശോ നിരാശ മാറാ, ഒരു വാക്കുമതി ഞങ്ങളുടെ കണ്ണുകളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ കാതുകളെ വിശുദ്ധീകരിക്കണമേ, ഈശോ അത് ഞങ്ങളുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഈശോ നീ മതിയേ, ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ, ഈശോ ഒരു വാക്കുമതി എനിക്കത് മതി, എൻ പ്രയാസങ്ങൾ മാറാ ഒരു വാക്കുമതി, ഈശോ ഒരു വാക്കുമതി, നിന്റെ വാക്കുമതി, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു വാക്കുമതി ഈശോ അത് മതിയേ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു വാക്കുമതി ഞാൻ സുഖപ്പെടുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോ കരമതിയേ ഒന്ന് തൊടുവാൻ, ഞാൻ സുഖപ്പെടുവാൻ, ഈശോ എനിക്കത് മതി. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ തൊടുന്ന സ്പർശിക്കുന്ന അനുഗ്രഹിക്കുന്ന സമയമാണ്. നമ്മൾ ഈ ഗാനം പാടിക്കൊണ്ടിരുന്ന സമയത്ത്
വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യം ഇവിടെ നൽകുന്നുണ്ടായിരുന്നു. വിശുദ്ധ എവുപ്രാസ്യമ്മ അനുഗ്രഹിക്കുന്നുണ്ട്. ആരൊക്കെയോ വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ വലിയ അനുഗ്രഹം കടന്നു വരുന്നുണ്ടായിരുന്നു. കർത്താവ് നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. തടി മരങ്ങൾ മുറിച്ച് മരങ്ങൾ വാങ്ങി ബിസിനസ് നടത്തുന്ന ഒരു സഹോദരൻ ഇപ്പോൾ കുറച്ച് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സഹോദരനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഗർഭസ്ഥ ശിശു, ആ ഗർഭസ്ഥ ശിശുവിനെ കുറിച്ചുള്ള ആശങ്കകൾ, ആ ശിശുവിൻ്റെ വളർച്ച, പ്രസവം, ഇതൊക്കെ എങ്ങനെയായിരിക്കുമെന്ന് ഒത്തിരി ആശങ്കയോടെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആ മകൾക്ക് സുഖപ്രസവം ലഭിക്കും, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്ന് ഈശോ ആ മകളോട് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. രണ്ട് വീട്ടുകാർ തമ്മിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ വഴക്കാണ്. അയൽപ്പക്കങ്ങൾ തമ്മിൽ വഴക്ക്. ഒരു പട്ടിയെ കെട്ടിയിട്ടത് ചൊല്ലിയാണ് ഈ വഴക്ക്. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ആ പട്ടിയെ ഒരു വീട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നതിനെ പരിധിയാണ് ഈ വഴക്ക്. ആ കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ രോഗമുള്ള 3 പേരെ കർത്താവ് ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കുറെ വിവാഹാലോചനകൾ വന്നിട്ടും നടക്കാത്ത ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും വിവാഹം അധികം വൈകാതെ തന്നെ കർത്താവ് ഒരുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പല ബിസിനസ്സുകൾ ചെയ്തിട്ടും രക്ഷപ്പെടാനുള്ള പല മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടും സാമ്പത്തികമായിട്ട് ഉയരാത്തതിനാൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 32 പേർക്ക് കർത്താവ് ഒരു വഴി തുറന്ന് കൊടുക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ലങ്സ് ചുരുങ്ങുന്ന അസുഖം, അതോടൊപ്പം മറ്റുള്ള രോഗപീഠകളുമുണ്ട്. അങ്ങനെയുള്ള 7 പേരെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. അപകടത്തിൽ ജീവിത പങ്കാളി മരിച്ചുപോയി, ആ സങ്കടം താങ്ങാനാകാതെ സങ്കടപ്പെട്ട് കരയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയോ അതിന് പരിശ്രമിക്കുകയോ ചെയ്തിട്ടുള്ള 6 പേരെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. കർത്താവ് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ടുള്ള നടുവേദനയുള്ള 12ഓളം പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നു, സുഖപ്പെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മക്കളുടെ പരീക്ഷകൾ അടുത്തു വരുന്നു. അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ചിലർക്ക് ഓർമ്മക്കുറവുണ്ട്, പഠന വൈകല്യങ്ങളുണ്ട്, ചിലർക്ക് പരീക്ഷയാണെന്നുള്ള ഒരു ഗൗരവമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മക്കളെക്കാൾ കൂടുതൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന 32ഓളം മാതാപിതാക്കൾ ഈശോ കാണുന്നുണ്ട്. അവരെയും മക്കളെയും ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മൈഗ്രെയിൻ പോലെ ശക്തമായിട്ടുള്ള തലവേദന ഉണ്ടാകുന്ന 8 പേരെ കർത്താവ് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരു സഹോദരി, ആ സഹോദരി ഈ ദിവസങ്ങളിൽ പ്രമോഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ജോലിയിൽ, പക്ഷെ പ്രമോഷൻ കിട്ടിയില്ല. ആ സഹോദരി വളരെ സങ്കടത്തിലും നിരാശയിലാണ്. കർത്താവ് ആ സഹോദരി ആശ്വസിപ്പിക്കുന്നു. അത് വേണ്ട സമയത്ത് കിട്ടിക്കോളും എന്ന് ഈശോ ആ സഹോദരിയോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഭാഷാ പഠനത്തിന്റെ പരീക്ഷ പലവട്ടം എഴുതിയിട്ടും വേണ്ടത്ര മാർക്ക് കിട്ടാതിനാൽ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയോട് ഈശോ നിരാശപ്പെടരുത്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം വഴികൾ തുറന്നു തരുമെന്ന് സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ് അപകടം പറ്റി പരിക്കേറ്റ ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മദ്യപാന ശീലം മൂലം കുടുംബത്തിൽ നിരന്തരം കലഹങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള 8 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. തെറ്റായ സ്നേഹബന്ധങ്ങളിൽ നിന്നും ജഡിക പാപങ്ങളിൽ നിന്നും പിന്മാറാൻ 21-ലധികം പേർക്ക് ഈശോ കൃപ നൽകുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ, ആശ്വാസമില്ല തലയുന്നോരേ, ആടിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടും. ഈശോയുടെ തിരുമുഖമേ, ഈശോയുടെ തിരുമുഖമേ, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ പക്കലെത്തുന്നതുവരെ അങ്ങയുടെ പക്കലെത്തുന്നതുവരെ ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങേക്ക് ഞങ്ങളെ അത്ഭുതകരമായി രക്ഷിക്കുവാൻ കഴിയുമല്ലോ. ആബാ പിതാവേ, ഈശോയുടെ തിരുമുഖത്തിന്റെ അനന്തമായ യോഗ്യതകളാൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. തിരുമുറിവുകളാൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. തിരുരക്തത്താൽ ആവൃതമായിരിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങളിൽ അലിവ് തോന്നി കണ്ണീരൊഴുക്കിയ ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഞങ്ങൾക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ട ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. ഏറ്റവും കഠിനമായ വേദനകൾ പോലും ശാന്തമായി സഹിച്ച ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. മലാഖമാരും വിശുദ്ധരും ആരാധിക്കുന്ന ഈശോയുടെ തിരുമുഖമേ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് കരുണ തോന്നണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഈശോയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചരുളണമേ. ആമേൻ. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യം
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.